പോവാം. എങ്ങോട്ടാണെന്നല്ലേ? എനിക്ക് എത്ര തവണ പോയാലും മതിയാകാത്ത മടുക്കാത്ത ഒരു സ്ഥലത്തേക്ക്. അത് ഈ ഭൂമി മലയാളത്തിൽ മറ്റൊരു സ്ഥലവുമില്ല, അയ്യന്റെ സ്വന്തം ശബരിമല. ഫ്രഷ് ഗോയുടെ 34 സീറ്റും കൊണ്ടാണ് ഇന്ന് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ വണ്ടി എടുത്ത് പൂജയൊക്കെ കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. വണ്ടി എടുത്ത് ആദ്യം നേരെ പോയത് നമ്മുടെ പഴവങ്ങാടിയിലേക്ക്. പഴവങ്ങാടി തൊഴുത് അയ്യപ്പന്മാർ പെട്ടെന്ന് തന്നെ തിരികെ വണ്ടിയിലേക്ക്. നമുക്ക് അടുത്ത് പോകേണ്ടത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിചാരിച്ച സമയത്ത് തന്നെ കൊട്ടാരക്കര എത്താൻ പറ്റും. കൊട്ടാരക്കര എത്തി വണ്ടിയും പാർക്ക് ചെയ്ത് ആദ്യം പോയത് പതിവ് പോലെ 3 ടിക്കറ്റ് എടുക്കുക. അടിക്കുന്ന 3 ടിക്കറ്റ് തന്നെ അവരോട് ചോദിച്ചു വാങ്ങി. അവിടെ നേരെ വണ്ടി കയറി അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പം കഴിച്ച് ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടു. വടശ്ശേരിക്കര എത്തിയപ്പോൾ അടുത്ത് കണ്ട ഒരു കടയിൽ ഊണ് കഴിക്കാനായി നിർത്തി. ഊണും കഴിച്ച അടുത്തുള്ള പാലത്തിൽ വെറുതെ പോയി കുറെ നേരം കുത്തിയിരുന്ന് വീണ്ടും യാത്ര തുടങ്ങി. കാടിന്റെയും മലയുടെയും ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒടുവിൽ ഞങ്ങൾ നിലയ്ക്കിലെത്തിച്ചു. അയ്യപ്പന്മാരെ ഇറക്കി നേരെ പാർക്കിംഗ് സ്ഥലത്തേക്ക്. വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തതിനു ശേഷം വെറുതെ നടക്കാനായിട്ട് പുറത്തോട്ട്. പാർക്കിംഗിൽ കൂടെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് വേറൊരുത്തം തെണ്ടി തിരിഞ്ഞ് അവിടെ വന്നത്. അതെ, നമ്മുടെ സ്വന്തം മിക്കികളി പഞ്ചാക്ഷരിയുടെ ട്രാവലറും കൊണ്ടാണ് നാം വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ച് തെണ്ടി തിരിഞ്ഞ് നടക്കാം. നേരെ ഉരുട്ടി തുടങ്ങിയപ്പോൾ വനത്തിനുള്ളിൽ നിന്ന് അതിഥികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചെറിയ കോടമഞ്ഞ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനും നേരത്തെ ഭക്ഷണം കഴിച്ച് വണ്ടിയിലേക്ക്. കൂട്ടിന് വന്ന 2 നേരത്തെ തന്നെ കുറുക്കം വലിച്ച് ഉറക്കമായി. രാവിലെ ഉറങ്ങിയിട്ട് ആദ്യം ഇത് പല്ല് കഴിക്കാൻ. പല്ല് കഴിച്ച് തിരിച്ചു വരുന്ന വഴി വീണ്ടും നമ്മുടെ 2 ചങ്കുകളൊക്കെ. ബ്രഹ്മാസ്ത്രയുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിരിപ്പുണ്ടെങ്കിൽ സാരഥിയെ കാണാം. സാരഥി വന്നാൽ ഞാൻ വന്നിരുന്നെന്ന് അറിയിക്കാൻ ഇവരെ ചുമതലപ്പെടും. നേരെ പോയി അയ്യപ്പന്മാരെ കെട്ടി നാട്ടിലേക്ക് പുറപ്പെട്ടു. ചെക്കളവും കാട്ടിൽ മേക്കത്തിലും പോയിട്ട് വേണം തിരിച്ച് തിരുവനന്തപുരത്തേക്ക്. ചെക്കളവും എത്തിയപ്പോൾ അമ്പലം അടച്ചിരുന്നെങ്കിലും അന്നദാനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അന്നദാനം കഴിച്ച് നേരെ കാട്ടിൽ മേക്കത്തിലേക്ക്. ചെറിയൊരു ബ്ലോക്ക് കിട്ടിയെങ്കിൽ വിചാരിച്ച സമയത്ത് തന്നെ കാട്ടിൽ മേക്കത്തിൽ വണ്ടിയും പാർക്ക് ചെയ്ത് കൂടെയുള്ള 2 വിളിച്ച് വെറുതെ കറങ്ങാനായി പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ പിന്നെ നൈമ്പോടൊക്കെ കത്തിച്ച് അവരെയും കെട്ടി തിരികെ നാട്ടിലേക്ക്.